രാജ്യത്ത് റിഫൈനറികളുടെ പ്രവർത്തനം പൂർണ്ണശേഷിയിലെന്ന് പെട്രോളിയം മന്ത്രാലയം. ആവശ്യത്തിന് പെട്രോളും ഡീസലും സ്റ്റോക്കുണ്ട്. 2 LPG ടാങ്കറുകൾ ഹോർമുസ് കടന്നുവന്നുവെന്നും LPG ആവശ്യത്തിന് സ്റ്റോക്കുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ഏതായാലും രാജ്യത്ത് റിഫൈനറികളുടെ പ്രവർത്തനം പൂർണ്ണശേഷിയിലാണ്. യാതൊരുവിധ ഇന്ധന പ്രതിസന്ധിയുമില്ല എന്നാണ് പെട്രോളിയം മന്ത്രാലയം പറയുന്നത്. അത്തരത്തിലുള്ള വാർത്തകൾ അവാസ്തവമാണ് എന്നും പെട്രോളിയം മന്ത്രാലയം പറഞ്ഞു വെക്കുന്നത്. തൗഫീഖ് അസ്ലം വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. തൗഫീഖ്, എന്താണ് പെട്രോളിയം മന്ത്രാലയം വിശദമാക്കുന്നത്? ഇനീഷ, റിഫൈനറികളുടെ പ്രവർത്തനം പൂർണ്ണശേഷിയിലെന്നാണ് പെട്രോളിയം മന്ത്രാലയം ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് പെട്രോളും ഡീസലും രാജ്യത്ത് സ്റ്റോക്കുണ്ട്. അതോടൊപ്പം തന്നെ അനധികൃത പാചകവാതക സംഭരണത്തിനെതിരെ കർശന നടപടി സർക്കാരിന്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടാകുമെന്ന് കൂടി ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 2 LPG ടാങ്കറുകൾ ഹോർമുസ് കടലിടുക്ക് കടന്ന് ഇന്ത്യയിലേക്ക് എത്തുകയാണ്. അത് ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരും. ഇതോടുകൂടി നിലവിലെ പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കുമെന്ന് കൂടി ഇപ്പോൾ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. ഒപ്പം LPG ആവശ്യത്തിന് സ്റ്റോക്കുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. LPG രാജ്യത്ത് ആവശ്യത്തിന് സ്റ്റോക്കില്ല എന്ന തരത്തിൽ പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ആ വാർത്തകളിലൊന്നും വിശ്വാസമില്ല, അല്ലെങ്കിൽ ആ വാർത്തകളൊന്നും വിശ്വസിക്കരുത്. അതെല്ലാം തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് എന്നുകൂടി ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം LPG സിലിണ്ടറുകളുടെ തൂക്കം കുറക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആ വാർത്തകൾ എന്നും മന്ത്രാലയം നിരസിക്കുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ തൂക്കം കുറക്കുന്ന ഒരു ആലോചനയിലേക്ക് പെട്രോളിയം മന്ത്രാലയവും ഇതുവരെ കടന്നിട്ടില്ല. അത്തരം വാർത്തകൾ പൂർണ്ണമായും തെറ്റാണ് എന്നുകൂടി മന്ത്രാലയം പറയുന്നു. ഒപ്പം ഇന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധി കൂടി വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. ഊർജ്ജ സുരക്ഷയിൽ ചർച്ചകൾ തുടരുന്നതായിട്ട് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിക്കുകയുണ്ടായി. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ US സെക്രട്ടറിയുമായിട്ട് നിരന്തരം ചർച്ച നടത്തുന്നുണ്ട്. US നിന്നാണ് കൂടുതൽ പാചകവാതകം ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് അവരുമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള LPG ഇറക്കുമതി കൂടി വേഗത്തിലാക്കാനുള്ള നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യൻ കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്ന് ഇന്ത്യയിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ കപ്പലുകൾ അവിടെ നിന്ന് കുഴപ്പങ്ങളൊന്നുമില്ലാതെ വരുന്നുണ്ട്. എന്നാൽ അത് സുഗമമായി പഴയ രീതിയിലേക്ക് എത്തേണ്ട ഒരു ആവശ്യകത ഇന്ത്യക്ക് നിലവിലുണ്ട്. കാരണം പ്രതിസന്ധികൾ വിവിധ മേഖലകളിൽ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കപ്പലുകൾ പൂർണ്ണമായും ഇന്ത്യയിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള ചർച്ചകൾ ഇനിയും ഇറാനുമായി നടത്തും എന്നുകൂടി വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധി ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്.